ഇന്നത്തെ ഫضല് പറയാൻ കേട്ടോ, ഇന്നത്തെ ഫضല് പറയാണ്. സുബ്ഹാനല്ലാഹ്, നിനക്കറിയോ 5 വർഷമായി ഒരു ഉമ്മ വന്നിട്ട് പറയാ, 5 വർഷമായി തങ്ങളുട്ടിയ എന്റെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ മക്കളില്ല. ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കോ, 2 നേരം മതിച്ചിരുന്നോ. സുബ്ഹാനല്ലാഹ്, മേലെ കൊടക്കാടിന്റെ മണ്ണിൽ വന്നിരുന്നു. അള്ളാഹ് മക്കളെ കൊടുത്തു. കേട്ടോളിട്ടോ. എവിടെ ചൊല്ലുന്നുള്ള റഹ്മത്തിന്റെ മലക്കൽ നിറക്കി തരും. കുഞ്ഞു പെങ്ങള് എവിടെ സ്ഥലം? അല്ല, നിങ്ങളുടെ സ്ഥലം എവിടെ? വേങ്ങര അല്ലെ? ഞങ്ങളെ തോന്നിയതാ. എങ്ങനെയാ വന്നേ? മകൾക്ക് കല്യാണം കഴിച്ച കൊല്ലായി, 5 കൊല്ലായില്ലേ? ഞങ്ങളെ തോന്നിയതാ. ഉണ്ടാവും, 7 മാസം ഉണ്ടാവുന്നത്. അപ്പൊ ഗർഭിണിയാണോ? മകൾക്ക് മക്കളുണ്ടായിരുന്നില്ല. 5 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു. 7ാമത്തെ മാസം ഗർഭിണി വന്നു. ആ 7ാമത്തെ മാസം ഗർഭിണിയായി. സലാത്തിന്റെ പോരാട്ടോ, നമ്മളെ കറാമത്തൊന്നുമില്ല. അള്ളാഹു സുഖപ്രസവം നൽകട്ടെ, ഗർഭം ചുമക്കാനുള്ള ആഫിയത്ത് അള്ളാഹു കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സലാത്ത് ചെല്ലുന്ന അള്ളാഹു റഹ്മത്തിനെ മലക്കിനെ ഇറക്കി തരും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അർഹമുർറഹീമായ റബ്ബേ, നീ ഖൈർ നൽകണേ അല്ലാഹ്. വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണല്ലോ അല്ലാഹുവേ, വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണല്ലോ അല്ലാഹുവേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണല്ലോ. ഈ കുഞ്ഞു പെങ്ങൾക്ക് അല്ലാഹുവേ സുഖപ്രസവം നൽകണയല്ല, സുഖപ്രസവം നൽകണയല്ല. ആ കുടുംബത്തിന് വേണ്ടി, ആ പൊന്നുമോൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ നമ്മൾ ഓതുകയാണ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നാളെയും പറയാനുണ്ട്. നയന മനോഹരമായ ഫضലുകളാ നാളെയും പറയാനുണ്ട്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. എല്ലാ സ്ഥലത്തും മഴയാണ്, ഒരു സ്ഥലത്തും കറണ്ടില്ല. ഇവിടെ ഇന്നലെ 5 മണിക്ക് പോയ കറണ്ട് വൈകുന്നേരത്ത് ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. ഒരുപാട് ആളുകളെ മൊബൈലിൽ ചാർജില്ല, ഒരുപാട് ആളുകൾ വിഷമത്തിലേക്ക്. കുറച്ചോനെ മജ്‌ലിസ് കാണാൻ അല്ലാഹു എല്ലാ പ്രകൃതി ദുരന്തങ്ങൾ അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നാളെ നമ്മുടെ മഴ ഉണ്ടായിട്ടല്ല, നമ്മളെ മുറ്റത്ത് ആൾ നടന്നിക്കണം. നമ്മളെ മുറ്റത്ത് അതല്ല തന്നൊരു നിയമത്ത കേട്ടോ. കോടാനക്കോടി സ്വലാത്ത് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, അല്ല നമ്മളെ കൂടെയാണ്, അല്ല നമ്മളെ കൂടെ ഹസ്ബി അല്ല അല്ല. കാരണം എന്താ അറിയോ, ഈ മാസത്തെ മജ്‌ലിസ് നമ്മളെന്തായി, ചില സ്ഥലത്ത് നിപ്പ വൈറസ് ഉള്ളത് കൊണ്ട് നമ്മൾ നിർത്തിവെച്ചു. അതൊക്കെ അവസാനിച്ചു. ഹെൽത്ത് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എങ്ങനെ വിഷയങ്ങളുണ്ട്, എന്താ നമ്മൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെ കുഴപ്പമില്ല, നമുക്ക് മത്സ്യം നിർത്തിവെക്കാം. അവര് പറഞ്ഞു, നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നിർത്തിവെച്ചു എന്നാണ്. ഞങ്ങൾ നഷ്ടം എന്തായാലും ഉണ്ടാക്കാൻ പന്തലിപ്പണിയൊക്കെ തുടങ്ങിയില്ലേ, അതിന് തങ്ങൾ നിർത്തിവെച്ചു എന്നാണ്. അടുത്ത മാസം നോക്കാറ്. കാരണം നമ്മളോടിട്ട് എല്ലാം സഹകരിക്കുന്ന അൽഹംദുലില്ലാഹ് നമ്മളെ മജ്‌ലിസ് തട്ടി ഓലെ പറഞ്ഞതുപോലെ നിർത്തിവെച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അല്ലാഹു ഓലെ ഒരു റഹ്മത്തിന്റെ മലക്കിനെ പോലെ ഇറക്കിയതാ. കാരണം വെച്ചാൽ നിങ്ങൾ ഇവിടെ പെരും കാറ്റും മഴയാണ്. ഈ കാറ്റിനും മഴ ആൾക്കാർ വരില്ല. ഇന്നലെ ആ പന്തലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇന്നലത്തെ കാറ്റിന് ആ പന്തലുണ്ടല്ലോ, പന്തലൊക്കെ എടുത്ത് പോയിട്ടുണ്ടാവും. നിങ്ങളെ നാട്ടിൽ അത്രക്ക് പിന്നെ എന്താ പറയാ ശക്തമായ കാറ്റെന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കും, കുറച്ചൊന്ന്
അല്ല എനിക്ക് തന്നൊരു ഭാഗ്യം നോക്കാൻ അല്ലേ? ഇത്രയും പെരും കാറ്റ്, ഇതൊക്കെ മുൻകൂട്ടി റബ്ബ് കണ്ടിട്ടില്ലേ അല്ലേ? നമ്മൾ ഒന്ന് ആലോചിച്ചു, എന്തോ ഒരു മഴയാണ് ഇപ്പോൾ. മഴ നിന്ന് പരിചയാണ് കേട്ടോ. അപ്പൊ ആരും ഒന്നും ഉണ്ടാവില്ല, ആള് വരൂലായിരുന്നു. ഒക്കെ അല്ല ഇൻഷാ അല്ലാ റബ്ബ് ഇതുണ്ടോ, ഹസ്ബി അല്ലാ, എനിക്ക് എന്റെ റബ്ബ് മതി. എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, ഞാൻ എന്തിനാ പേടിക്കുന്നത്? എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, ഞാൻ എന്തിനു പേടിക്കണം? അള്ളാഹുവിനെ ഇതുവരെ അള്ളാഹു പരാജയപ്പെടുത്താതിരിക്കട്ടെ ദുനിയാവിലും ആഖിറത്തിലും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സെപ്റ്റംബർ 14 ഇൻഷാ അല്ലാ പിന്നെ ഉംറക്ക് പോവാണ്. സെപ്റ്റംബർ 14 അവസാനം വിളിച്ചിട്ട് ഞങ്ങൾ 10 ആളുണ്ട്, ഞങ്ങൾ 5 ആളുണ്ട് ഇത് പറഞ്ഞ സമ്മതിക്കൂല. കുറഞ്ഞ സീറ്റേ ഉള്ളൂ കേട്ടോ, കുറഞ്ഞ സീറ്റേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സെപ്റ്റംബർ 14 ഇൻഷാ അല്ലാ ഉംറക്ക് പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തോളി. അൽഹംദുലില്ലാഹ് ഇന്ന് വരെ എന്തില്ല, നമുക്ക് ഒരു ഉംറക്ക് ആളെ കുറഞ്ഞിട്ടില്ല. അല്ലാഹു പറ, അതൊരു റാഹത്താണ്, അത് റാഹത്താണ് ഇൻഷാ അല്ലാ ട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് ഉംറ ഇൻഷാ അല്ലാ. ഉംറന്റെ നമ്പർ ഉണ്ട് ഉസ്താദിന്റെ, പറഞ്ഞുതരും. പിന്നെ പറയാനുള്ളത് അടുത്ത മാസം ഇതേതാ മാസം? ജൂലൈ. ആഗസ്റ്റില് അടുത്ത മാസം ഇൻഷാ അല്ലാ. പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ട് അവിടമില്ലാണല്ലോ മാലിക്കും ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ട്, ഇസ്ലാമിൽ സന്ദേശം കൊണ്ട്. അടുത്ത മാസം ഇൻഷാ അല്ലാ മാലിക് ദിനാറ് ഉള്ളാളം ഇൻഷാ അല്ലാ സിയാറത്തിന്റെ പാറപ്പള്ളി മാലിക് ദിനാറ് ഉള്ളാളം അവിടെ സിയാറത്തുണ്ട് ഇൻഷാ അല്ലാ. താല്പര്യമുള്ളവര് സെയ്ദുൽ ഉസ്താദായിട്ട് കേട്ടോ ബന്ധപ്പെടുക. പിന്നെ ഇൻഷാ അല്ലാ എന്താണ് പറയുള്ളത്, ഉസ്താദ് നമ്പർ. അപ്പൊ ഉംറക്ക് ബുക്ക് ചെയ്യാനുള്ളതും എല്ലാ സ്ഥലത്തും മഴയാണ്, ഇവിടെ കാറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാ മഴയാണ് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാ ഉസ്താദ് നമ്പർ എഴുതി വെച്ചോളി. ഉസ്താദ് നമ്പർ ചോദിച്ചാൽ പിന്നെ ഉംറക്ക് ബുക്ക് ചെയ്യാനും സിയാറത്തിന് ബുക്ക് ചെയ്യാനും 98 46 17 91 03 കേട്ടോ. നിന്നെ വിളിച്ചാൽ കിട്ടുമോ നമ്പർ? ഇന്ന് വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം വിളിച്ചാൽ കിട്ടും കേട്ടോ. ഇന്നേ വൈകുന്നേരം 5-5:30 ആകുമ്പോഴേക്ക് വിളിച്ചാൽ കിട്ടും, അതിന് മുന്നേ കിട്ടൂല കേട്ടോ. പെരിന്തൽമണ്ണ നല്ല മയത്തര, പെരിന്തൽമണ്ണ ഇന്ത്യ ഇവിടുത്തെ ഒരുപാട് ദൂര, 190 കിലോമീറ്ററോ. മാനക്കല്ലേ പെരിന്തൽമണ്ണക്ക് ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലമാണ്. അപ്പോ ഇൻഷാ അല്ലാ എന്നെ കിട്ടാനുള്ള നമ്പർ എത്തിച്ചോളി കേട്ടോ. കാട്ടുത്തിര സിയാറത്ത് പഠിത്തുണ്ടാവും, കാട്ടുത്തിര സിയാറത്ത് ഇൻഷാ അല്ലാ എടുത്തുണ്ടാവും കേട്ടോ. അപ്പോ